ടീച്ചേഴ്സ് അക്കാദമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 ജൂണിൽ ചോദിച്ചിട്ടുള്ള കേട്ടറ്റ് കാറ്റഗറി 2ന്റെ രണ്ടാമത്തെ കാറ്റഗറിയുടെ സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ മുൻ വർഷത്തെ 2025 ചോദിച്ചിട്ടുള്ള ചരിത്ര ഭാഗത്ത് നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള കൃതികളിൽ ഉൾപ്പെടാത്തതിനെ കണ്ടെത്തുക. നമ്മുടെ ചോദ്യം വളരെ കറക്റ്റായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഐഡന്റിഫൈ ദ വർക്ക് വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സംഘം ലിറ്ററേച്ചർ. രണ്ട് കാര്യമാണ് നോക്കേണ്ടത്. ഒന്ന് നോട്ട് എന്നുള്ളതാണ്, അല്ലെ? ഒന്ന് നോട്ടാണ്, അതായത് രണ്ടാമത്തത് സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചറിൽ ഉൾപ്പെടാത്ത വർക്ക് ഏതാണ് എന്നുള്ളത് നമുക്കറിയാം. 3rd സെഞ്ചുറി BC to 3rd സെഞ്ചുറി AD വരെ ഉണ്ടായിരുന്ന ആൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്ന ആൻഷ്യൻ തമിഴകത്തിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട സോഴ്സസ് ആയിരുന്നു സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇതില് സംഘസാഹിത്യ കൃതികളിൽ പെടാത്തത് ഏത് പുസ്തകമാണ് എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാൻ പറ്റും സംഘം കൃതികളെ ഒരുപാട് സംഘം കൃതികളുണ്ട്, അല്ലെ? നമുക്കറിയാൻ പറ്റും 8 തൊകൈ, അതേപോലെ 11 കീഴ്ക്കണക്ക്, പിന്നെ അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. അതേപോലെ എപ്പിക്സ് ഉണ്ട്, അതായത് ഇതിഹാസ പുസ്തകങ്ങൾ, മണിമേഖലൈ, ചിലപ്പതികാരം, അകം സോങ്സ്, പുറം സോങ്സ്, കുറേ വർക്ക്സ് നമുക്ക് കാണാം. ഇതില് കുറച്ച് വർക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ വർക്കുകളിൽ പെടാത്തത് ഏത്? ഇതൊക്കെ 8 തൊകയിൽ പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ്. 8 തൊകയിൽ പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ 8 തൊകൈ വിച്ച് ഇസ് ദ കളക്ഷൻ ഓഫ് 8 ആന്തോളജിക്കൽ വർക്ക്സ്. 8 ആന്തോളജിക്കൽ വർക്ക്സിന്റെ ഒരു കളക്ഷൻ ആണ് 8 തൊകയിലുള്ളത്. ഇവിടെ നോക്കൂ, 10 പാട്ട്, 10 അകനാനൂറ്, പുറനാനൂറ്, 8 തൊകൈ, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ, അങ്ങനെയുള്ള വർക്ക്സ് ഒക്കെ തന്നെ 8 തൊകൈ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് കാണാം. ഇവിടെ 10 എന്ന് പറയുന്നത് 10 ചേര രാജാക്കന്മാരുടെ പറ്റിയിട്ടുള്ള പുസ്തകമായിരുന്നു. 10 വിച്ച് വാസ് റിട്ടൺ ബൈ കപിലർ എഴുതിയിട്ടുള്ളതായിരുന്നു 10. അതേപോലെ 10 പാട്ട് വേറെയുണ്ട്, അകനാനൂറുണ്ട്, പുറനാനൂറുണ്ട്, അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഒരു തമിഴ് ടച്ച് ഉള്ള ഭാഷകളാണ്. നമുക്ക് കാണാം ഇതൊക്കെ സംഘം ലിറ്ററേച്ചറായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. ഇനി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സംഘം ലിറ്ററേച്ചർ, സംഘം ലിറ്ററേച്ചറിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. അപ്പൊ ദ റിമൈനിങ് വൺ ഇസ് ഓപ്ഷൻ എ, അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്ര വിച്ച് വാസ് റിട്ടൺ ബൈ കൗഡില്യ. നമ്മൾ ചാണക്യ, വിഷ്ണുഗുപ്ത എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കൗഡില്യനാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത്. അത് കണ്ടുപിടിക്കുന്നത് 1915 R ശ്യാമശാസ്ത്രികളാണ്, അല്ലെ? ശ്യാമശാസ്ത്രിയാണ് അത് കണ്ടുപിടിക്കുന്നത്. ഏകദേശം 15ഓളം അധികരണങ്ങളൊക്കെ അതിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്നത് മൗര്യൻ ഡൈനാസ്റ്റിയുടെ, മൗര്യൻ ഡൈനാസ്റ്റിയുടെ സോഴ്സസ് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം, അല്ലെങ്കിൽ മൗര്യൻ ഡൈനാസ്റ്റിനെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് കൂടിയാണ് ഈ കൗഡില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം കൗഡില്യൻ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു രാഷ്ട്രം, ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നതിന് വേണ്ട 7 എലമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്, അല്ലെ? സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റ്, അതൊക്കെ വരുന്നത് കൗഡില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അത് മൗര്യൻ ഡൈനാസ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതേസമയം, അല്ലെ, സംഘം ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്ത വാക്കുകളാണ് ഇതൊക്കെ. ഇപ്പം തിരുക്കുറല്, തിരുവള്ളുവർ എഴുതിയിട്ടുള്ള തിരുക്കുറല്, അതേപോലെ തൊൽക്കാപ്യം, അല്ലെ, ആൻഷ്യൻ തമിഴ് ഗ്രാമാറ്റിക്കൽ വർക്ക്, അല്ലെങ്കിൽ ഒരു ഇതിഹാസ പുസ്തകങ്ങൾ, ചിലപ്പതികാരം, മണിമേഖലൈ, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ സംഘം ലിറ്ററേച്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീലാവതി എന്ന ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നത് ഏതാണ്? ദ വർക്ക് വിത്ത് ലീലാവതി വിച്ച് ഇസ് റിലേറ്റഡ് ടു താഴെ പറയുന്ന ഏത് ഫീൽഡ്, ഏത് സബ്ജക്റ്റുമായിട്ടാണ് ലീലാവതി എന്ന് പറയുന്ന പുസ്തകം കണക്ട് ചെയ്തിരിക്കുന്നത്? ലീലാവതി എന്ന് പറയുന്ന വർക്കിനെ പറ്റിയിട്ട്, ഒരു പുസ്തകത്തിനെ പറ്റിയിട്ട് നമുക്കറിയാം, അല്ലെ? അതായത് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ, ആസ്ട്രോണമിക്കൽ വർക്ക്സ്, അതേപോലെ ഫിലോസഫിക്കൽ വർക്ക്സ്, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ, പിന്നെ ജിയോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ, പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി, അങ്ങനെ കുറേ പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ലീലാവതി എന്ന് പറയുന്നത് ഒരു, അതായത് ചില മാത്തമാറ്റിക്കൽ ടോപ്പിക്സ് പൊയറ്റിക്കൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പം മാത്തമാറ്റിക്കൽ ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ അതായത് അരിത്മെറ്റിക്, ആൽജിബ്ര, അങ്ങനെയുള്ള ചില മാത്തമാറ്റിക്കൽ ടോപ്പിക്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഭാസ്കര രണ്ടാമനാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 12ാം നൂറ്റാണ്ടിൽ ഭാസ്കരാചാര്യ എഴുതിയിട്ടുള്ള ലീലാവതി എന്ന് പറയുന്നത് ഇസ് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലീലാവതി എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ബാൽബൻ ഉൾപ്പെടുന്ന രാജവംശം ഏതാണ്? ഐഡന്റിഫൈ ദ ഡൈനാസ്റ്റി ഓഫ് ബാൽബൻ.
ബാൽബൻ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ കുറച്ച് ഡൈനാസ്റ്റികളും തന്നിട്ടുണ്ട് അല്ലെ. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഡൽഹി സുൽത്താനേറ്റ്. അതായത് നമുക്കറിയാൻ പറ്റും ഡൽഹി സുൽത്താനേറ്റ് 1206 മുതൽ 1526 വരെ, അതായത് 1526 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് വരെ ഡൽഹി സുൽത്താനേറ്റില് 5 രാജവംശങ്ങളാണ് ഭരണത്തിലുണ്ടായിരുന്നത്. അതായത് ഈ 5 രാജവംശങ്ങൾ 1206 മുതൽ 1526 വരെ ഡൽഹി സുൽത്താനേറ്റ് ഭരണം നടത്തി. ഈ കാലഘട്ടത്തിൽ 5 ഡൈനാസ്റ്റികളാണ് ടോട്ടൽ ഭരണം നടത്തി. ഈ 5 ഡൈനാസ്റ്റികളിൽ 5 എണ്ണം ഇല്ല, കാരണം ഇവിടെ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിന്റെ ഒരു ഓർഡർ ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ ഇസ് മാമലിക് ഡൈനാസ്റ്റി, second one is Gilji dynasty, third one is Tughlaq dynasty, fourth one is Sayyid dynasty, and the fifth one is Lodi dynasty. ലോധി ഡൈനാസ്റ്റി ആണ് 5ാമത്തെ രാജവംശം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ലോധി ഡൈനാസ്റ്റിയിലാണ് അവസാനം ഭരിക്കുന്നത്, നിർത്തുന്നത്. ലോധി ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്ന ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ നമ്മൾ പറയുന്ന മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. അപ്പൊ നോക്കൂ, ബാൽബൻ ഉൾപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് 1ാമത്തെ ഡൈനാസ്റ്റി ആയിട്ടുള്ള ഇൽബറി ഡൈനാസ്റ്റി, അതല്ലെങ്കിൽ മാംലിക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന മാംലിക് ഡൈനാസ്റ്റിയിലാണ് ബാൽബൻ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇത് സ്ഥാപിക്കുന്നത് ഖുദ്ദുദ്ദീൻ ഐബക്ക് ആണ്. ഖുദ്ദുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ, റസിയ സുൽത്താന, അങ്ങനെ ഒരു നിര അത് അവസാനം എൻഡ് ചെയ്യുന്നത് കൈക്കൂബാദിലാണ്. ഇത്രയും റൂളേഴ്സ് ഒക്കെ അല്ലെ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സിനെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൽ അവരൊക്കെ ഉൾപ്പെടുന്നത് മാംലിക് ഡൈനാസ്റ്റിയിലാണ്. സോ ബാൽബൻ ഇതിലാണ് വരിക. അദ്ദേഹത്തിന്റെ ബാൽബൻ കൺസിഡേർഡ് കിങ് ആസ് എ ഹി ഹിംസെൽഫ് ആസ് എ ഷാഡോ ഓഫ് ഗോഡ് അല്ലെ. അതായത് ഞാൻ ആസ് എന്താണ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് ഓൺ എർത്ത്, ഒരു ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ബാൽബൻ സ്വയം കണ്ടിരുന്നത്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ സിസ്റ്റം ഓഫ് ദാഗ് ആൻഡ് ചെഹര എന്നുള്ള സിസ്റ്റം ഒക്കെ അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ബ്ലഡ് ആൻഡ് അയൺ പോളിസി അല്ലെ, ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഒക്കെ കൊണ്ടുവരുന്നത് ബാൽബൻ ആയിരുന്നു. ആൻഡ് ഹി ഓൾസോ, ബാൽബന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാൽബൻ ആയിരുന്നു ടർക്കിനി ചെഹൽഗാനി എന്ന് പറഞ്ഞിട്ട് ഒരു 40 മെമ്പേഴ്സ് നോബിൾസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും ബാൽബൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബാൽബന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളിവിടെ ഓർത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹു റിനൗൺസ്ഡ് ദ ടൈറ്റിൽ ഓഫ് സർ ഫോളോവിംഗ് ദ ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി അല്ലെ, ഈ ടൈറ്റില്, ദ ടൈറ്റിൽ ഓഫ് സർ എന്ന് പറയുന്ന പദവി ബ്രിട്ടീഷ് അധികാരികൾ, ബ്രിട്ടീഷ് കൊടുക്കുന്ന ഒരു പദവിയായിരുന്നു സർപ്പദവികൾ. ഈ സർപ്പദവികളിൽ കിട്ടിയിട്ടുള്ള ഒരാളായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമുക്കറിയാം ബ്ലാക്ക് ആക്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ റൗലത്ത് ആക്ടിനെ ഫോളോ ചെയ്തിട്ടാണ് ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് അമൃത്സറിൽ പഞ്ചാബില് 1913 നടക്കുന്നത്. ഓക്കെ, 1919 ഏപ്രിൽ 13 നടക്കുന്നത്, ഏപ്രിൽ 13 1919. ഈ ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് നടന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഇന്ത്യക്കാരുകൾ അവരുടെ പദവികളൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഇപ്പൊ നോക്കൂ, മഹാത്മാഗാന്ധിയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഇവിടെ പറയേണ്ടതാണ്. അതായത് മഹാത്മാഗാന്ധിയാണ് കൈസറി ഹിന്ദ് പദവി, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന കൈസറി ഹിന്ദ് പദവി തിരിച്ചു കൊടുക്കുന്നത് ഗാന്ധിയാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് സർപദവി അല്ലെ, ടാഗോറാണ് സർപദവി തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതേപോലെ ഇവിടെ നമ്മൾ വേറെയും പറയുന്നുണ്ട്, സി ശങ്കരൻ നായർ, അദ്ദേഹം എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും റിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറേ മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് നമ്മളിവിടെ ഓർക്കണം. പിന്നെ തിലക് നോക്കൂ, ബാലഗംഗാധര തിലക്, നമ്മൾ എന്താണ് ലോകമാന്യ തിലക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിനെയാണ്. ഇവിടെ ആൻസർ വരേണ്ടത് സർപദവി തിരിച്ചു കൊടുക്കുന്നത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. ഇനി നെക്സ്റ്റ്, നെയിം ദ ഡൈനാസ്റ്റി ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദ നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നില്ല. പക്ഷെ ആ ഉണ്ടാക്കിയിട്ടുള്ള അയാൾ ബിലോങ് ചെയ്തിരിക്കുന്നത് ഏത് ഡൈനാസ്റ്റി എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ഇൻഡയറക്ട്ലി മീൻ ചെയ്യുന്നത്. നോക്കൂ, മൗര്യൻസ്, കുഷാനാസ്, ഗുപ്താസ്, ശതവാഹനാസ്. നമുക്കറിയാൻ പറ്റും ആരായിരുന്നു? കുമാരഗുപ്തയാണ് ഹു ഫൗണ്ടഡ് ദ നളന്ദ യൂണിവേഴ്സിറ്റി ഇൻ ദ മോഡേൺ ഡേ പ്രസന്റ് ഡേ ബീഹാർ അല്ലെ, ബീഹാറിലെ പാറ്റ്നയിലാണ് നമ്മളെ ഗുപ്തന്മാര് അല്ലെങ്കിൽ കുമാരഗുപ്ത ഉണ്ടാക്കുന്നത്. കുമാരഗുപ്ത ആ വാക്കിൽ തന്നെ ഉണ്ട്. കുമാരഗുപ്തൻ എന്ന് പറയുന്നത് ഗുപ്ത ഡൈനാസ്റ്റിയിലാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗുപ്ത ഡൈനാസ്റ്റിയിലാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്കറിയാൻ പറ്റും ഇതൊരു ബിഗസ്റ്റ് സെന്റർ ഓഫ് എഡ്യൂക്കേഷൻ തന്നെയായിരുന്നു.
അതേപോലെ സ്റ്റേ ചെയ്ത് പഠിക്കുന്ന സൗകര്യങ്ങൾ, അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ബക്തിയാർ ഖൽജിയാണ് പിന്നീട് നളന്ദ യൂണിവേഴ്സിറ്റി ഡിസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഹൂ ഫൗണ്ടഡ് ദ സമത്വ സമാജം. സമത്വ സമാജം ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യം അല്ലെ. ഇതിന്റെ ആൻസേഴ്സ് നോക്കൂ. അയ്യങ്കാളി, ഓപ്ഷൻസ് അയ്യങ്കാളി, വാഗ്ഭടാനന്ദ, ചട്ടമ്പി സ്വാമികൾ ആൻഡ് വൈകുണ്ഠ സ്വാമികൾ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. ഇതിൽ ചട്ടമ്പി സ്വാമികള് അദ്ദേഹം പ്രത്യേക ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരുപാട് അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരാളാണ് അയ്യങ്കാളി. അയ്യങ്കാളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് അയ്യങ്കാളി ഹു ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം ഇൻ 1907. മറ്റൊന്ന് വാഗ്ഭടാനന്ദ ഹു ഫൗണ്ടഡ് ആത്മവിദ്യാ സംഘം ഇൻ 1970 അല്ലെ. ഇത് 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. ഞാൻ എഴുതുന്നില്ല. വാഗ്ഭടാനന്ദൻ 1970 ആത്മവിദ്യാ സംഘം. പിന്നെ ചട്ടമ്പി സ്വാമിക്ക് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് വൈകുണ്ഠ സ്വാമിയാണ്. വൈകുണ്ഠ സ്വാമികളുടെയാണ് 1836 സമത്വ സമാജം. നോക്കൂ, ദ ഫസ്റ്റ് സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻ ഇൻ കേരള ഓർ ദ ഫസ്റ്റ് സോഷ്യൽ റിഫോമർ ഇൻ കേരള ഓൾസോ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് സമത്വ സമാജമാണ്. അപ്പൊ സമത്വ സമാജം ഉണ്ടാക്കുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ അല്ലെ. ഇതിന്റെ ഇയറും കൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഹൂ റോട്ട് ദ വർക്ക് ഇൻ പ്രൈസ് ഓഫ് ഓൾ. ഇത് നമ്മളെ റിനൈസൻസ് എന്ന് പറയുന്ന വേൾഡ് ഹിസ്റ്ററിയിലെ റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് അല്ലെ. നമുക്കറിയാം 13ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലാണ് റിനൈസൻസ് നവോത്ഥാനം ആരംഭിക്കുന്നത്. ഈ നവോത്ഥാനത്തിൽ നമ്മൾ കുറച്ച് ലിറ്റററി വർക്ക്സ് അല്ലെങ്കിൽ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് റിനൈസൻസിൽ കുറേ പുസ്തകങ്ങൾ, കുറേ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നിന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ പുസ്തകത്തിന്റെ പേര് കൊടുത്തിട്ട് ഇത് ആരാണ് എഴുതിയത്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കൂ, ഡാൻഡെ. ഇതിന്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങളെ കൂടി നമ്മൾ അറിയണം അല്ലെ. ഡാൻഡെയുടെയാണ് ഡാൻഡെ ഹു റോട്ട് ഡിവൈൻ കോമഡി. ഡിവൈൻ കോമഡി എന്ന് പറയുന്ന പുസ്തകം എഴുതുന്ന ഡാൻഡെയാണ്. അയാളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ഡിവൈൻ കോമഡി. ഇൻ പ്രൈസ് ഓഫ് ഓളി പുള്ളിയല്ല എഴുതിയത്. നെക്സ്റ്റ് ഇറാസ്മസ്. ഇറാസ്മസ് എഴുതിയിട്ടുള്ള മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഇൻ പ്രൈസ് ഓഫ് ഓളി എന്ന് പറയുന്ന പുസ്തകം. അത് എഴുതുന്നത് ഇറാസ്മസ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് സെർവാൻഡസ്. സെർവാൻഡസിന്റെ ആണ് ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ. നെക്സ്റ്റ് പെട്രാർക്ക്. പെട്രാർക്ക് നമുക്കറിയാം ഫാദർ ഓഫ് റിനൈസൻസ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹ്യൂമനിസം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പെട്രാർക്കിനെയാണ്. അപ്പോൾ ഇൻ പ്രൈസ് ഓഫ് ഓളി എഴുതുന്നത് ആരാണ്? ഇറാസ്മസിന്റെയാണ്. നെക്സ്റ്റ് മധ്യകാലത്ത് സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല തന്നിട്ടുള്ളവയിൽ ഏതാണെന്ന് കണ്ടെത്തുക. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സ്പെയിനിലുള്ള സർവകലാശാല ഏതാണ്, യൂണിവേഴ്സിറ്റി ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്ന് ഓരോ ഓപ്ഷൻ നമുക്ക് എടുത്തു കളയാം. അതായത് ഓക്സ്ഫോർഡ് അല്ലെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിനെ ഈസി ആയിട്ട് നമുക്ക് എടുത്തു കളയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇംഗ്ലണ്ടിലാണ് എന്നുള്ളത്. പിന്നെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇല്ലെ, പാദുവ യൂണിവേഴ്സിറ്റി, പാവിയ യൂണിവേഴ്സിറ്റി, ഇത് രണ്ടും ഇറ്റലിയിലാണ് ഉള്ളത്. ഓക്കെ, ഇത് രണ്ടും ഇറ്റലിയിലാണുള്ളത്. ഇത് രണ്ടും ഉള്ളത്. പിന്നെ ഉള്ളത് കൊർഡോവ യൂണിവേഴ്സിറ്റിയാണ്. കൊർഡോവ യൂണിവേഴ്സിറ്റി ഉള്ളത് സ്പെയിനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ്, ഹൂ ബിൽഡ് ദ സ്തൂപ അറ്റ് സാഞ്ചി. സാഞ്ചിയിലെ സ്തൂപം ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഇതും ഇതേപോലെ അശോകനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കുറേ സ്തൂപങ്ങൾ പറയുന്നുണ്ട്. സാഞ്ചിയിലും സാരനാഥിലൊക്കെ ഉള്ള സ്തൂപങ്ങൾ ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് സാഞ്ചി സ്തൂപം ഉള്ളത്. അപ്പം ആ ഭാഗം നമ്മൾ അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ഒക്കെ പിന്നീട് അത് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് അശോകയാണ്. അശോക എന്ന് പറയുമ്പോൾ മൗര്യ ഡൈനാസ്റ്റിയാണ് വരുന്നത്. ഇതല്ലാണ്ട് ഇതിൽ വരുന്നത് സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, പിന്നെ ബ്രഹ്മഗുപ്ത, ഇത്രയും വരെയാണ് വരുന്നത്. ഇതിൽ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഒക്കെ നമ്മൾ എപ്പോഴും ഓർക്കുമ്പോൾ പറയേണ്ടത്, ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോട്ടിലായിരുന്നു നവരത്നങ്ങൾ അല്ലെ. 9 രത്നങ്ങൾ എന്ന് പറയുന്ന നവരത്നങ്ങൾ ജീവിച്ചിരുന്നത്. കാളിദാസൻ ഉൾപ്പെടുന്ന നവരത്നങ്ങളൊക്കെ ഉള്ളത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോട്ടിലായിരുന്നു. അതാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ സമുദ്രഗുപ്തന്റെ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, സമുദ്രഗുപ്തന്റെ കോർട്ട് പോയിന്റ് ആയിട്ടുള്ള ഹരിസേനന്റെ ആയിരുന്നു കൺസ്ട്രക്ട് ചെയ്തതാണ് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ ഇവിടെ സ്തൂപ അശോകയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, മെൻഷൻ ദി ഇയർ when the battle of Buxar took place. ബക്സാർ യുദ്ധം, ബാറ്റിൽ ഓഫ് ബക്സാർ ഏത് വർഷമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ചോദ്യം.
ബക്സാർ യുദ്ധം നമുക്കറിയാം, ബംഗാളില് സിറാജുദ്ദൗളയും അല്ലെങ്കിൽ മിർ ജാഫറിന്റെയും മിർ കാസിമിനെയും ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നതാണ് ബക്സാർ യുദ്ധം. 7064 ഇത് വരുന്നത്. പക്ഷേ ഈ 7064 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബക്സാറും പഠിക്കുമ്പോൾ, ബാറ്റിൽ ഓഫ് ബക്സാർ പറയുമ്പം അതേപോലെ പറയുന്ന ഒരു വർഷമാണ്, ഒരു ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. പ്ലാസി യുദ്ധത്തിന്റെ കാലഘട്ടം 7057 അതായത് പ്ലാസി യുദ്ധം പറയുമ്പം നമ്മൾ പറയാറുണ്ടല്ലേ, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകുന്നത് പ്ലാസി യുദ്ധത്തോട് കൂടിയാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് പ്ലാസി യുദ്ധം നടക്കുന്നത് 7057 ബക്സർ 64 ഇത് രണ്ടും. പിന്നെ സെക്കൻഡ് നമ്മുടെ ആംഗ്ലോ മൈസൂർ വാറുകൾ, ഫസ്റ്റ് കർണാട്ടിക് വാറൊക്കെയാണ് മറ്റു 2 വർഷങ്ങൾ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ പ്ലേസ് വേർ മരുത് പാണ്ഡ്യൻ ലെഡ് ദ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷ് അതോറിറ്റിക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്ലേസസ് ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ട് 4 ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉള്ളതാണ് 8057 റിവോൾട്ട് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ മണികർണിക എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മി ഭായിനെയൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പൊ ഇവിടെ മരുതുപാണ്ഡ്യൻ എന്ന് പറയുന്നത്, മരുതുപാണ്ഡ്യൻ 8057 റിവോൾട്ടുമായിട്ട് കണക്ട് ചെയ്തല്ല നമ്മൾ പറയുന്നത്. പക്ഷെ നോക്കൂ, ഈ കാൺപൂറിലും അതേപോലെ അവധ്, അവിടെയൊക്കെ നമ്മൾ കാൺപൂർ, അവധ്, ഝാൻസി, ലക്നൗ അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ 8057 റിവോൾട്ടുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് അവർ യുദ്ധം ചെയ്ത സ്ഥലങ്ങൾ. ഇതിൽ കാൺപൂറിലായിരുന്നു നമുക്കറിയാം താന്ത്യ തോപ്പി, അതേപോലെ നാനാ സാഹേബ്, ഇവരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാൺപൂരുമായിട്ട് ബന്ധപ്പെട്ട് കാൺപൂർ, അതേപോലെ ആര എന്നൊക്കെ പറഞ്ഞ സ്ഥലം. പിന്നെ അവധില് ഒരു ലേഡി ബീഗം ഹസ്രത്ത് മഹൽ, അവർ അവധിലായിരുന്നു യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അപ്പം ഇത് രണ്ടും മരുതുപാണ്ഡ്യനായിട്ട് ബന്ധപ്പെട്ടല്ല. ഇപ്പം അവധ്, ബീഗം ഹസ്രത്ത് മഹലും, കാൺപൂർ, താന്ത്യ തോപ്പി, നാനാ സാഹിബ്. അപ്പൊ ഈ രണ്ട് പ്ലേസസും എല്ലാം നമുക്ക് ഈസിലി അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസ്. ദ റിമൈനിങ് 2 ഓപ്ഷൻസ്, അതായത് രാജ്മഹൽ ഹിൽസും നെക്സ്റ്റ് ശിവഗംഗയും. രാജ്മഹൽ ഹിൽസ് എന്ന് പറയുന്നത് അതായത് 7056 കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ രാജ്മഹൽ ഹിൽസ്, അതായത് രാജ്മഹൽ കുന്നുകളിൽ സിദ്ധു ആൻഡ് കാൻഹു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സഹോദരന്മാര് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ബാറ്റിലായിരുന്നു നമ്മൾ പറയുന്ന പോലെ സാന്താൾസ് എന്ന് പറയുന്നത്. സാന്താൾ കലാപം, സാന്താൾ റെബല്യൻ. ഈ സാന്താൾ റെബല്യനാണ് രാജ്മഹൽ ഹിൽസിലുണ്ട്. അപ്പൊ ദ റിമൈനിങ് ഓപ്ഷൻ ശിവഗംഗ, അതായത് തമിഴ്നാട്ടിലെ മരുതു ബ്രദേഴ്സ് 2 പേരാണ് ശിവഗംഗയിൽ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ റിവോൾട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, മെൻഷൻ ദ ഏരിയ വേർ ദ നെടിയിരുപ്പ് സ്വരൂപം എക്സിസ്റ്റഡ്. നെടിയിരുപ്പ് സ്വരൂപം നിലനിന്ന പ്രദേശം ഏതാണെന്ന് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കൂ, ഈ സ്വരൂപംസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതായത് നമ്മൾ പറയുന്നതാണ് തൃപ്പാപ്പൂർ സ്വരൂപം, ഇപ്പൊ വേണാട് അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന തൃപ്പാപ്പൂർ സ്വരൂപം. അങ്ങനെ നമ്മൾ ഓരോ സ്വരൂപങ്ങളുണ്ട് ഓരോ ലൊക്കാലിറ്റിക്ക്. ഇതിൽ നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കോഴിക്കോടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കോഴിക്കോടിനെയാണ് നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത്. കൊച്ചിനെ നമ്മൾ പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് പറയുക. പിന്നെ വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം, അതേപോലെ ചിറക്കിൽ കോലത്തിരി സ്വരൂപം. അതായത് നോക്കൂ, ഈ സ്വരൂപങ്ങൾ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് ഈസിലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടിട്ടുള്ളത്. ഈ ഭാഗം 2025 ജൂണിൽ വന്നിട്ടുള്ള ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഡയറക്ട്ലി നമ്മുടെ സിലബസിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഡീൽ ചെയ്തത്. വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ സോ ഇത്രയാണ് 2025 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.